ഹായ് ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ ഇന്നൊരു മണികണ്ഠൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ. ഓൾറെഡി ടൂറിസ്റ്റ് ബസ്സാണ് കൂടുതൽ ഇവിടെ നമുക്ക് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് മായിത്ര എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. ഓൾമോസ്റ്റ് ടൂറിസ്റ്റ് ബസ്സാണ് മിക്ക വർക്ക് ഇവിടെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അത് ഇവിടെ മണികണ്ഠൻ്റെ തന്നെ ആയിട്ടുള്ളൊരു ബസ്സാണ്, ഓണറിൻ്റെ വണ്ടിയാണ്. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടികളൊക്കെ. പിന്നെ പെയിൻറ്റിങ്സും ചെയ്യുന്നുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് ബസ് മാത്രമാണ് നമുക്കിവിടെ ചെയ്യുന്നത്. ഓൾറെഡി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേണ്ട, അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ കുട്ടി ബെൻസായിട്ടുള്ള ചെറിയ ചെറിയ വണ്ടികളും ചെയ്യാറുണ്ട്. അത്യാവശ്യം വലിയൊരു വർക്ക്ഷോപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ. ചേട്ടാ, ഇതും പെയിൻറ്റിങ്ങിനുള്ള അല്ലേ ചേട്ടാ? ഇത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യണം ചേട്ടാ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യുന്ന എത്ര രൂപ വരും ചേട്ടാ ഏകദേശം? അങ്ങനെ ചോദിച്ചാൽ ഇച്ചിരി എമൗണ്ട് കൂടുതലായി പോകും അല്ലേ? ഇതും അതേപോലത്തെ സാധനം തന്നെയാണോ? ഇതും ഇത് എയറിൻ്റെ കേട്ടോ, മെക്കാനിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ. ടയർ ഓൾറെഡി, അയ്യോ അതിൻ്റെ അകത്ത് വെള്ളം. അപ്പോൾ ഓൾറെഡി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മൊത്തം ടൂറിസ്റ്റ് ബസ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ്സോ ഒന്നും കാണുന്നില്ല. ഇവിടെ മൊത്തം ടൂറിസ്റ്റ് ബസ്സാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ കിടപ്പുണ്ട്. മെക്കാനിക്കലുമായിട്ടുള്ള വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മെക്കാനിക്കലും വെച്ച് പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല. മെക്കാനിക്കൽ പരമായിട്ടായിരിക്കും ഈ ഒരു സൈഡിൽ കൊണ്ടുവരുന്ന ഇടുന്നത്. എപ്പോഴും മെക്കാനിക്കൽ പരമായിട്ടുള്ള വർക്കിന് വേണ്ടിയായിരിക്കും. പിന്നെ അവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. ഇത് ഓൾറെഡി എന്തെങ്കിലും പെയിൻറ്റിങ്ങോ എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇതുണ്ട്, ഇത് മണികണ്ഠൻ, ഇവരുടെയാണ് ഈ സ്ഥാപനം. ആ കിടക്കുന്ന ഒരു ബസ്സില്ലേ, ആ ഒരു ടൂറിസ്റ്റ് ബസ്സും ഇവരുടെ തന്നെയാണ്, മണികണ്ഠൻ്റെ. അപ്പോൾ ഈ മണികണ്ഠൻ വർക്ക്ഷോപ്പാണ്. ഓൾറെഡി മൊത്തം ടൂറിസ്റ്റ് ബസ്സാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേളൂ. ഇത് ഓൾമോസ്റ്റ് മായിത്രയിൽ നിന്ന് കുറച്ച് നമ്മുടെ പോപ്പുലർ മാരുതിയുടെ സർവീസ് സെൻറ്ററിൻ്റെ അടുത്ത് ജസ്റ്റ് കുറച്ച് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് കിഴക്കോട്ടൊരു റോഡുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഒരു വണ്ടി പണിയുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ വരുന്നത്. ഓൾമോസ്റ്റ് പ്രൈവറ്റ് ബസ്സും പണിയാറുണ്ട്. പ്രൈവറ്റ് ബസ്സും മെക്കാനിക്കൽ പരമായിട്ടും പെയിൻറ്റിങ് എല്ലാം ചെയ്യാറുണ്ട്. ഞാനിവിടെ തന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പെയിൻറ്റിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഓൾറെഡി ഇതൊക്കെ പോളിഷിങ്ങിനായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കും. മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഷോക്കപ്സില്ലേ? ആ അതെ. ഇതിനൊക്കെ ഏകദേശം എത്ര വരും ചേട്ടാ? പുതിയതല്ലേ ഇത്? മൊത്തം പുതിയതാ. ക്ലീൻ ചെയ്ത് കയറ്റാൻ വേണ്ടി.
8 രൂപ. കണ്ടല്ലോ, അതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളത്. 8 രൂപ 8 രൂപ വരും അല്ലേ? പുറത്തുള്ള വാൽവൊക്കെ ഉണ്ട്. വാൽവ് ഇവിടെ വരും. ഇനി അകത്ത് വേറെ 2 ഈക്വലൈസർ വാൽവുണ്ട്. ഇത് ഈക്വലൈസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള വാൽവാണ്. കറക്റ്റ് അലൈൻമെന്റ് കൂടി ചെക്ക് ചെയ്യണ്ടേ ഇതെങ്ങനെ ഇരിക്കുന്ന ബുഷ്? അല്ലാതെ ഒരു നട്ട് പുറത്തോട്ട് അതൊക്കെയാണ് അത് ബാലൻസ് ചെയ്യണ. അതുകൊണ്ട് ഇവിടെ ഒരു ബാലൻസ് ചെയ്യണ ബുഷുണ്ട്. പിന്നെ ഹൗസിൻ്റെ ഇതിൻ്റെ വളരെ വീവാർ ബുഷുണ്ട്. വീവാർ ബുഷാണ് ട്യൂബിനെ ബാലൻസ് ചെയ്യണം. ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനായിട്ട് ബാലൻസ് ചെയ്യണം വീവാർ ബുഷ്. ഇതിപ്പോൾ ഒരു മണികണ്ഠൻ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആകാം കേട്ടോ. ജസ്റ്റ് അകത്തോട്ട് കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം രീതിയിലുള്ളൊരു സ്പീക്കറും കാര്യങ്ങളും. ഞാൻ കുറേ നാളായി ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്ത് കയറിയിട്ട്. അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് AC ആണെന്ന് എനിക്ക് തോന്നുന്നു. AC ആയിരിക്കും. നമുക്കിവിടെ പനിയറിൻ്റെ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മണികണ്ഠൻ ബസ് എന്നും പറഞ്ഞ് ആ ഒരു ലെറ്ററിങ് നമുക്ക് ഇവിടെ കാണാം. ഈ വർക്ക്ഷോപ്പിൻ്റെ വണ്ടിയാണ് കേട്ടോ. AC ആണ്, നല്ല ചൂടുണ്ട് കേട്ടോ. ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വണ്ടിയുടെ പുറത്തെ അവസ്ഥ. ഇതാണ് ഇവരുടെ വർക്ക്ഷോപ്പ്. ഇത് പുറത്തെ വണ്ടികളൊക്കെയാണ്. ഇത് കുറഞ്ഞ 2-3 പുറത്തെ വണ്ടിയാണ്. പിന്നെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകവും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഈ ഒരു കൊന്തയൊക്കെ ഒരു വെറൈറ്റി കൊന്തയാണല്ലോ. ലൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നടന്നാം. അച്ഛൻ നമുക്ക് എത്ര കോസ്റ്റ് വരും നമ്മളിത് ഇപ്പം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ? ഇത് രണ്ടും മാറുമ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു വണ്ടിക്കാരുണ്ടെങ്കിൽ അറിയണ്ടേ നമുക്ക് ഇതേപോലെ 2 എല്ലാം മാറണമെങ്കിൽ? അല്ല, ഇപ്പോൾ ഈ സംഭവം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എത്ര വരും നമുക്ക് കോസ്റ്റ് ചെയ്യുന്നത്? മൊത്തത്തിൽ അത് സാധനം അവർ വാങ്ങിച്ചാണോ? ഓണർ വാങ്ങിച്ചാണോ? അതാണ് ചേട്ടന് ഇതിൻ്റെ കാര്യം പറഞ്ഞത്. സ്വർണ്ണത്തിന് 8,000 8,000 2,000 14,000 മേളിൽ വരുന്നത്. ഓൾറെഡി ഈ വണ്ടി പോവുകയാണ് കേട്ടോ. അത് അതിൻ്റെ ഡ്രൈവറാണോ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വണ്ടി ബാക്കിലേക്ക് ഇറക്കാം. ഇത് ചേട്ടന് ഡ്രൈവർ അല്ല? അല്ല, ഇത് മറ്റേ പുള്ളിയുടെ വണ്ടിയില്ല, ഡ്രൈവർ. അപ്പോൾ ഈ വണ്ടിയുടെ സഹചാരിയാണ് നമ്മുടെ ഈ. എവിടെ ലോങ് ആണോ? എവിടെ? ആ,
ഓൾറെഡി ഈ വണ്ടി കൂടി പുറത്തേക്ക് ഇറക്കുക കേട്ടോ. ആ എയർ കയറ്റിക്കൊണ്ടിരിക്കും. ഓൾറെഡി ഈ ഒരു ബസ് പുറകിലേക്ക് എടുക്കുക കേട്ടോ, മണികണ്ഠനം. ഓ 4 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ തന്നെ 2 എണ്ണം അങ്ങോട്ട് മാറ്റിയിട്ട് ഓൾറെഡി ഇപ്പോൾ 3 എണ്ണം ഉള്ളു ഇവിടെ മണികണ്ഠൻ്റെ. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരെണ്ണം ഓട്ടം പോയിരിക്കണം കേട്ടോ, ഒരെണ്ണം ഓട്ടം പോയിരിക്കും. ഇപ്പോൾ 3 എണ്ണം ഉണ്ടല്ലേ? ഓക്കെ, ഇതിൻ്റെ ഓണറാണ് കേട്ടോ, ഈ ചേട്ടനാ. നമ്മളെ ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇവരുടെ പെയിൻറ്റിങ് അങ്ങനെയുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, ഈ ഒരു ലൊക്കേഷനൊക്കെ വെച്ചിട്ട്. അടിയിൽ ഒന്ന് പറഞ്ഞു നമ്മൾ ആ 2 സംഭവത്തിന് 8,000 8-8 16,000. ഒരു താഴത്തെ പിസ്റ്റത്തിന് 2,600 രൂപ വരും. മുകളിലത്തെ പിസ്റ്റത്തിന് 1,800 രൂപ വരും. മറ്റേ റബ്ബർ പോലത്തെ ഇരിക്കുന്നതിന് ബലൂന് 2,500 രൂപ 2,600 രൂപ വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ വന്ന് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അത് നിങ്ങൾ എത്ര രൂപ കോസ്റ്റ് വാങ്ങിക്കുന്നത്? നമ്മളിതിപ്പോൾ എത്രയും ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇത് പെയിൻ്റൊക്കെ അടിച്ച് കയറുന്നതിന് 5,200 രൂപ വരും മൊത്തം. 4 സൈഡ് പണിക്കൂലി 4 സൈഡും അടിച്ച് ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച്. ഇത് പോളിഷിംഗ് ഇല്ലേ? ഇപ്പം ഇത് പോളിഷ് ചെയ്യുമല്ലേ ഈ ഒരു ടൂറിസ്റ്റ് ബസ്? അതിന് എത്ര രൂപ നമ്മളിപ്പോൾ? ഇതിന് എന്തൊക്കെയാണ് വരുന്നത്? പോളിഷിംഗ് മാത്രമേ ഉള്ളൂ? ആ, ഇപ്പോൾ പോളിഷിങ്ങിന് മാത്രമാണ് 7,000 രൂപ വരും കേട്ടോ. നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ടൂറിസ്റ്റ് ബസ് വരുവാണെങ്കിൽ ആ മോട്ടോർ വെച്ച് മൊത്തം പിടിച്ചൊന്ന് പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി കിട്ടുന്നതിന് 7,000 രൂപ അടുത്ത് വരും നമുക്ക് ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങൾ. പിന്നെ അതേപോലെ നമുക്ക് മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഈ വണ്ടി ഓൾറെഡി ഇവിടെ മൊത്തം ടൂറിസ്റ്റ് ബസ്സാണ് ഇപ്പോൾ ഓൾറെഡി കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ടോ ആശാനെ? ഞാൻ കൊടുത്ത നമ്പറിൽ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് അല്ല വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റത്തില്ലല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്പർ വേണമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മായിത്രയിൽ നിന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് പടിഞ്ഞോട്ട് വരുമോ അല്ല കിഴക്കോട്ട് വരുവാണെങ്കിൽ ഇവരുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്.